പ്രിയപ്പെട്ട കുട്ടികളോട്, നമ്മൾ ഈ ബ്രിഡ്കോയിൽ ചേർന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അഭിമാനമായിട്ട് തോന്നുന്നത്, ഞാൻ ഇന്നാളിപ്പോൾ വലിയൊരു സ്ഥാപനത്തിൽ പോയി. മോബി കിങ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചു. എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥാപനമാണ്, ഫ്രീ സോണിൽ. അവിടെ അവർക്ക് പാർട്സ് എല്ലാം കൊടുക്കുന്നത് ബ്രിഡ്കോയാണ് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന മൊബൈലുകൾക്ക് ടൂൾസ് കൊടുക്കുന്നത് പോലും ഈ കോട്ടക്കലിൻ്റെ മണ്ണിൽ നിന്ന് ജന്മമെടുത്തിട്ടുള്ള ബ്രിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനമാണ്. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ശക്തമായ എനർജി കിനാവുകളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഒരു 18 വയസ്സിൻ്റെയും 24 വയസ്സിൻ്റെയും ഒക്കെ ഇടയിലുള്ള കുട്ടികളായിരിക്കാം. നിങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ജെൻസി എന്നാണ്. ജെൻസിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്വപ്നങ്ങൾ അത്രമാത്രം ഉണ്ടാകില്ല, അതത് കാലഘട്ടത്തിൽ ജീവിച്ചു പോവുക എന്നതാണ്. ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കാലങ്ങളെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയുന്നില്ല. നിങ്ങളെ ഓരോരുത്തരും ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ ആപ്പിളിൻ്റെ മൊബൈൽ ഉണ്ടാകും, സാംസങ് മൊബൈലുണ്ടാവും. സാംസങ് എന്ന് പറയുന്നത് വേറൊരു സ്ട്രാറ്റജിയിൽ പോകുന്നതാണ്, ആപ്പിൾ എന്ന് പറയുന്നത് മറ്റൊരു സ്ട്രാറ്റജിയിൽ പോകുന്നതാണ്. ഇപ്പോൾ ആപ്പിളും ടെസ്ലയും ഡിഫറൻഷ്യേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നൊരു സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്. എന്താ ഡിഫറൻഷ്യേഷൻ സ്ട്രാറ്റജി? ഞങ്ങളെപ്പോലെ മറ്റൊരാൾ ഉണ്ടാകില്ല എന്നതാണ് ഡിഫറൻഷ്യേഷൻ സ്ട്രാറ്റജി. ഞാൻ മൊബൈൽ വെച്ച് തന്നെ പറയാം. സാധാരണഗതിയിൽ ആൻഡ്രോയിഡ് ആണെങ്കിൽ എല്ലാവർക്കും ആൻഡ്രോയിഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ആപ്പിളിൻ്റെ അല്ലെങ്കിൽ ടെസ്ലയുടെ മോഡ് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങളെ ആർക്കും പകർത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ മോഡ് എന്ന് പറയുന്നത് തന്നെ. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർ പോകുന്ന രീതിയിൽ നമ്മൾ പോകരുത് എന്നാണ് ആപ്പിൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള എല്ലാ മൊബൈൽസും പോകുന്ന രീതിയിൽ ടെസ്ല പോകരുത് എന്നാണ് ടെസ്ല നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ള വേയിലൂടെ സഞ്ചരിക്കുക എന്നതാണ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഭാവിയിൽ ഉയർന്നു പോകുന്നതിന് വേണ്ടി ഏറ്റവും ശക്തമായി കുറേ സ്ട്രാറ്റജീസ് ഉണ്ട്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് തന്ത്രങ്ങളാണ്. ചുരുക്കത്തിൽ നമുക്ക് അങ്ങനെ വിളിക്കാം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഒരു പ്രതിഭയും ഒരു വലിയ ബിസിനസ്സുകാരനും അല്ലെങ്കിൽ ഉയർന്നു പോയ ആരും 40-ാമത്തെ വയസ്സിൽ ഉയർന്നു പോയതൊന്നുമല്ല. ഒരുപാട് കാലങ്ങളായിട്ട് തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ പേരിൽ ഉയർന്നു പോയവരാണ്. ഇന്നലെ ദുബായിൽ ബിസിനസ്സുകാരുടെ ഒരു മീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ സംസാരിക്കുമ്പോഴും ഓരോ ആളുകളും കരഞ്ഞുകൊണ്ട് പറയുന്ന രംഗം, 50 വയസ്സ് വരെ ഞാൻ വല്ലാത്ത പ്രയാസത്തിലായിരുന്നു എന്നാണ്. കാരണം എന്താണെന്നറിയോ? ചെറുപ്പത്തിൽ നിങ്ങളെപ്പോലെ ട്രെയിനിങ് കിട്ടാതെ ഏതോ ഒരു വിസയ്ക്ക് കയറിയിട്ട്, ചിലവരൊക്കെ പത്തേമാരിയിൽ കയറിയിട്ട് അവിടെ എത്തിയതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ബിസിനസ്സുകൾ വളർന്നു വലുതാകാൻ ഏകദേശം 50 വർഷം കടന്നുപോയി എന്നതാണ്. 50 വയസ്സ് കഴിഞ്ഞിട്ടേ അവർക്കൊക്കെ ഗ്രിപ്പുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങളിന്ന് കാണുന്ന പല ബിസിനസ്സുകാരും, ഇവൻ നമ്മളൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ചിക്കൻ ഫ്രൈഡായിട്ട് കാണുന്ന ഒരു സാധനമാണ് KFC. 64-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സക്സസ് ആകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറുപ്പത്തിലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു യാത്രയുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു പ്രധാനപ്പെട്ട പ്രതലത്തിലെത്തുക തന്നെ ചെയ്യും, വളരെ ചെറുപ്പത്തിൽ തന്നെ. അതിനുണ്ടാകേണ്ടത് സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ആണ്. ഈ വടയും അതേപോലെ തന്നെ ഇഡലിയും വിൽക്കുക എന്നത് എത്രയോ കാലമായിട്ട് ആളുകൾ ചെയ്യുന്ന പണിയാണ്. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ട്രെയിനിങ് കിട്ടി, NITയിൽ നിന്ന് PG കഴിഞ്ഞ്, IIMൽ നിന്നും PG കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ താൻ തുടങ്ങിയ ആദ്യത്തെ വർഷം തന്നെ 5000 കോടി ക്രോസ് ചെയ്യാൻ ID മുസ്തഫക്ക് സാധിച്ചുവെങ്കിൽ അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും എത്രയോ സാധ്യതകളാണ് ഇതിൻ്റെ പുറത്ത് കിടക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും സാധ്യതകൾ എത്രത്തോളമാണ്. ഒരിക്കലും നിങ്ങൾ എന്നത്തേക്കുമായി ഒരു ജോബിൽ ഒതുങ്ങിക്കൂടരുത്. എന്താ ജോബ്? ജോബ് എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്. ശ്രദ്ധിക്കണേ മക്കളെ, ജോബ് എന്ന് പറഞ്ഞാൽ JOB എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ്. ജസ്റ്റ് ഒബേ ദി ബോസ് എന്നാണ്. JOB, ജസ്റ്റ് ഒബേ ദി ബോസ്. ബോസിന് അനുസരിച്ച് ജീവിക്കുക. ബ്രിഡ്കോ അല്ലാതെ ഒരു പക്ഷേ അങ്ങനെ സ്ഥാപനങ്ങൾ പറയുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളൊരിക്കലും എക്കാലവും ജോലിക്കാരാകരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരിക്കലും ഒരു കാലത്തും എന്നും ജോലിക്കാരായി മാറരുത്. 10 വയസ്സ് വരെ നന്നായി കളിക്കണം, അതോടൊപ്പം മര്യാദപൂർവ്വം ജീവിക്കണം. 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ നന്നായിട്ട് എഡ്യൂക്കേഷൻ ഉണ്ടാകണം, നന്നായിട്ട് ട്രെയിനിങ് ഉണ്ടാകണം. 20 വയസ്സ് കഴിഞ്ഞാൽ 30 വയസ്സ് വരെ ജോലി ചെയ്യണം. 30 കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യണം. 40 വയസ്സിൻ്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. 40 കഴിഞ്ഞാൽ പിന്നെ വലിയൊരു എൻ്റർപ്രണറായിട്ട് മാറണമെന്നാണ് സ്വാഭാവികമായിട്ടും പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഏത് ഏജിലൂടെയാണ് കടന്നു പോകുന്നത്? ജോലി എന്നത് മാക്സിമം നമ്മൾ ചെയ്യാനുള്ള ഏജ് എന്ന് പറയുന്നത് 10 വർഷമാണ്. നിങ്ങൾ IITയിൽ നിന്നും NITയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന, IIMൽ നിന്നൊക്കെ ഇറങ്ങുന്ന കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ 10 വർഷത്തേക്ക് ടാർഗറ്റ് ഇടും. അങ്ങനെ പഠിച്ചാൽ മതി, ഇത്ര ചെയ്താൽ മതിയെന്ന്. ബാക്കിയൊക്കെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നീങ്ങലാണ്.
ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ചിന്തിക്കേണ്ടുന്ന കാര്യം നമ്മുടെ ഭാവിയെക്കുറിച്ചാണ്. ഇന്നത്തെ കുട്ടികൾ അധികം ഭാവിയെക്കുറിച്ച് ചിന്തിക്കാറില്ല. കാരണം ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പം ഇങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ പോകണം, കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ജോലിയിലേക്ക് കയറണം. എനിക്കറിയാം, ഈ സ്ഥാപനത്തിൽ നിന്നല്ല, ലോകത്തിലെ ഏത് സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും കൃത്യമായിട്ടൊരു വിഷനില്ലാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ എന്നെന്നുമായി അടിഞ്ഞുകൂടുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ഏത് ക്യാമ്പസിൽ നിന്നായാലും. അലിഗഡിൻ്റെ കോൺഫറൻസ് കൂടുമ്പോൾ, അതേപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഫറൂഖ് കോളേജിൻ്റെ കോൺഫറൻസ് കൂടുമ്പോൾ എല്ലാ കുട്ടികളും ഫറൂഖ് കോളേജിൽ നിന്ന് പഠിച്ചവർ ഉയർന്ന തലത്തിലേക്ക് എത്തിയിട്ടില്ല. എല്ലാവരും പഠിച്ചത് ഫറൂഖ് കോളേജിൽ തന്നെയാണ്. പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെ ഉയർന്ന വിധാനത്തിലേക്ക് എത്തി എന്നൊരിക്കലും അവർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഓരോ കുട്ടികളുടെയും കഴിവ് അവരവരാൽ നിക്ഷിപ്തമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെയും ശേഷി അവരവരാൽ നിക്ഷിപ്തമാണ്. ആ കഴിവിനെ പുറത്തെടുക്കാൻ സാധിച്ചാലാണ് നമ്മൾ ഓരോരുത്തരും അതാകുന്നത്. ചിലപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെ വന്നേക്കാം, ഇപ്പം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അത്ര ബാക്കപ്പ് ഒന്നും ഇല്ലാതെ വന്നേക്കാം. നമുക്കൊക്കെ ഓർമ്മയുള്ള ഒരു കുട്ടിയുണ്ട്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും ആ കുട്ടിയെ. ഏകദേശം 13 വയസ്സാകുന്ന സമയത്താണ് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലയിൽ 1-ാം സ്ഥാനത്ത് എത്തിയപ്പോൾ ആ ബിഹാരികാരി പെൺകുട്ടി അന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടത്, എനിക്ക് സ്റ്റേറ്റിലേക്ക് ഒന്ന് ഓടാൻ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഒരു ഷൂ വാങ്ങിച്ചു തരണമെന്നാണ്. അതുവരെ ഷൂ ഉണ്ട്, പക്ഷേ ഏത് ഷൂ വാങ്ങിക്കണം? അഡിഡാസിൻ്റെ ഷൂ വാങ്ങണമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇത് കേൾക്കണം, നിങ്ങൾക്കറിയാവുന്ന കഥ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു മാസ്മരികത നിങ്ങൾ അറിയേണ്ടതില്ലേ? ആ കുട്ടി അഡിഡാസിൻ്റെ ഷൂ വാങ്ങിക്കാൻ കഴിവില്ലാതെ അച്ഛനന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള വെളുത്ത ഷൂവിൽ സ്കെച്ച് പേന കൊണ്ട് അറിയാതെ എഴുതിപ്പോയി അഡിഡാസ് എന്ന്. അഡിഡാസിൻ്റെ ഷൂ ധരിക്കാൻ അത്രമാത്രം ഇഷ്ടമായിരുന്നു ആ കുട്ടിക്ക്. പക്ഷേ ഏകദേശം 3000 രൂപ. ആ കുട്ടിക്ക് ഇന്ന് 24 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഏകദേശം 3000 രൂപ ഉണ്ടായതുകൊണ്ട് അത് വാങ്ങിക്കാൻ ഡെയിലി 150 രൂപയ്ക്ക് ജോലിയെടുക്കുന്ന അച്ഛന് കഴിയാത്തത് കൊണ്ട്, 20 ദിവസത്തെ കൂലി വേണം മകൾക്കൊരു ഷൂ വാങ്ങിക്കാൻ എന്നതുകൊണ്ട് ആ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തില്ല. കാലങ്ങൾക്ക് ശേഷം ഇന്തോനേഷ്യയിൽ നടന്നിട്ടുള്ള ഏഷ്യൻ ഗെയിംസിലും അതിനുശേഷം പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിംസ് എന്നറിയപ്പെടുന്ന ഫിൻലാൻഡിലെ ഗെയിംസിലും ആ കുട്ടി 1-ാം സ്ഥാനത്തെത്തുകയാണ്. ഫിൻലാൻഡിലെ ഗെയിംസിൽ 1-ാം സ്ഥാനത്തെത്തിയപ്പോൾ ലോകത്തിൽ 59 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ ഓടി തകർത്ത പാവം പെൺകുട്ടിയെ ലോകം ഉറ്റുനോക്കുകയാണ്. ആ സമയത്ത് അഡിഡാസ് കമ്പനി അവളെ സമീപിക്കുകയാണ്. ഇതൊരു കഥയല്ല, ഉണ്ടായ സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സാക്ഷാൽ അഡിഡാസ് കമ്പനി അവളെ സമീപിക്കുന്നു. ആ അഡിഡാസ് ചോദിക്കുന്നത്, ഞങ്ങളുടെ അംബാസിഡറാകാൻ തയ്യാറുണ്ടോ എന്നാണ്. ട്രാക്കിലൂടെ കരഞ്ഞുകൊണ്ട് ഓടി പാവം ഈ പെൺകുട്ടി. ഒരു കാലത്ത് അഡിഡാസിൻ്റെ ഷൂ ധരിക്കാൻ വേണ്ടി മോഹിച്ച പെൺകുട്ടിയോട് സാക്ഷാൽ അഡിഡാസിൻ്റെ കമ്പനി വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളുടെ അംബാസിഡറാകാൻ തയ്യാറുണ്ടോ എന്ന്. ആ കരഞ്ഞുകൊണ്ട് ട്രാക്കിലൂടെ ഓടിയപ്പോൾ അവരോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താ മോളെ നീ കരയുന്നത് എന്ന്. അപ്പോഴാണ് ഈ കഥകളൊക്കെ ആ കുട്ടി പറയുന്നത്. ചുരുക്കത്തിൽ ആ കുട്ടിയുടെ കഥ കേട്ട അന്നാണ് അഡിഡാസ് ആദ്യമായി തീരുമാനിച്ചത് ഈ കുട്ടിയുടെ പേരിൽ ഒരു ഷൂ ഇറക്കണമെന്ന്. ഇനിയൊക്കെ സെർച്ച് ചെയ്തല്ല ഷൂ കാണാൻ പറ്റും. ആ ഷൂവിൻ്റെ പേര് അഡിഡാസ് എന്നല്ല, അതിൻ്റെ പേര് ഹിമാദാസ് എന്നാണ്. ഹിമാദാസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പേരാണ്. എന്ന് വെച്ചാൽ ഹിമാദാസ് എന്ന് പറയുന്ന കുട്ടി തൻ്റെ 12-ാം വയസ്സിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജില്ലയിലെ 1-ാം സ്ഥാനത്തെത്തിയപ്പോൾ ഒരിക്കലും ഒരു ഷൂ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത അച്ഛന് പിന്നീട് സാക്ഷാൽ ഷൂ തന്നെ ഇറക്കുന്നത് ഹിമാദാസിൻ്റെ പേരിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ മാസ്മരികമായ സ്വപ്നങ്ങളിലൂടെ കടന്നു പോയ കുട്ടികളുണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ കളികളിലൂടെ കാണുന്ന കുറേ ആളുകളുണ്ട്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാരും വല്ലാണ്ട് പഠിച്ചവരല്ല, പക്ഷേ സ്കില്ലിനെ ഉണർത്തിയവരാണ്. നമുക്ക് പഠിക്കാൻ അധികം കഴിഞ്ഞിട്ടില്ലെങ്കിലും സ്കില്ലിലേക്ക് വളരുക എന്നത്, സ്കിൽസാണ് കൂട്ടേണ്ടത് എന്ന് നമ്മളോട് പല താരങ്ങളും പറഞ്ഞു തരും. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട താരങ്ങൾ തന്നെ. നമ്മളൊക്കെ ചിലപ്പോൾ കളി കാണുന്നവരാകാം. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നിങ്ങളൊക്കെ പറയുന്ന ഫുട്ബോളിലെ വലിയ വലിയ താരങ്ങളുണ്ടല്ലോ, ആ താരങ്ങളിൽപ്പെട്ട ഒരാൾ, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്കൂളിലേക്ക് പോകുമ്പോൾ ഷോർട്ട് ലെഗർ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഷോർട്ട് ലെഗർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കാലൻ എന്നാണ്. കുഞ്ഞിക്കാലൻ എന്ന പേര് കേട്ടിട്ടാണ് ആ കുട്ടി വളർന്നത്. അതുകൊണ്ട് കുഞ്ഞിക്കാലൻ, ദ ഷോർട്ട് ലെഗർ എന്ന പേര് വിളി കേട്ട് അമ്മൂമ്മയുടെ അരികിൽ വന്നിട്ട് കരഞ്ഞ് പറയാണ് ഒരു ദിവസം. ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്ക് നിങ്ങൾ. അമ്മൂമ്മയുടെ അരികിൽ വന്നിട്ട് പറയാണ്, എന്നെ കുഞ്ഞിക്കാലൻ എന്ന് വിളിക്കുന്നു. ഉയരമില്ലാത്ത കുട്ടിയാണ്, കാലും ചെറുതാണ്. അന്ന് അമ്മൂമ്മ അറിയാതെ പറഞ്ഞൊരു വാക്കാണ്, മോനെ ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന്, ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന്. ആ കുട്ടി പിന്നീട് അത് അറിഞ്ഞില്ല, ഇതുകൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കുമെന്നും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഖത്തറിൽ വെച്ചിട്ട് ലോകകപ്പ് ഏറ്റുവാങ്ങിയിട്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ 2 കൈകൾ ഉയർത്തിക്കൊണ്ട് സഞ്ചരിച്ചപ്പോൾ അന്ന് പത്രക്കാർ ചോദിച്ചു, എന്താ നിങ്ങൾ ആകാശത്തേക്ക് കൈ ചൂണ്ടുന്നത് എന്ന്. മൈ ഗ്രാൻഡ് മാ ഈസ് ദെയർ,
എന്നോടന്ന് കുഞ്ഞിക്കാല നീ നിന്റെ കാലുകൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ എൻ്റെ അമ്മൂമ്മയുണ്ട് ആകാശത്തിൻ്റെ ലോകത്ത് എന്നാണ് ദ ഗ്രേറ്റ് ലയണൽ മെസ്സി അന്ന് ലോകത്തോട് മറുപടി പറഞ്ഞത്. ആ മെസ്സിയുടെ പേരാണ് എന്ത് ഈ കുഞ്ഞിക്കാലൻ എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞിക്കാല് കൊണ്ട് ഇതിഹാസം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ കിനാബുകളാണ് ഡ്രീംസ് ആർ ദ മോസ്റ്റ് ആൻഡ് പവർഫുൾ എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഓരോ കിനാബുകളും ഓരോ ആളുകളുടെ തലോടലുകളുമാണ്. ഇവിടെ ഇപ്പം നിന്ന് ആളുകൾ വന്നിട്ട് സംസാരിക്കുന്നില്ലേ? ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്നത്? ഒരു തലോടൽ, ഒരു ചാരത്ത് ചേർക്കൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനുള്ള കാരണമായേക്കാം. 11ാമത്തെ വയസ്സിൽ വിശന്നുകൊണ്ട്, കഥ നിങ്ങൾക്കറിയുന്നതാണ്, വിശന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും അവസാനം ഒരു ബർഗർ ഷോപ്പിലെത്തുകയും തൻ്റെ 3 സഹോദരങ്ങൾ മുമ്പിലുണ്ടായതുകൊണ്ട് വിശന്ന് വലഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ബർഗർ ഷോപ്പിൽ നിന്ന് മുതലാളി ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുന്നു. കഥ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കാണുക. എന്നിട്ടൊരു പാവം സ്ത്രീ ഇങ്ങനെ ബാക്കോട്ട് വിളിക്കുന്നു, അടുക്കളയുടെ ഭാഗത്തേക്ക് ബർഗറുകാരി വിളിക്കുന്നു. എന്നിട്ട് ബർഗർ ഉണ്ടാക്കുന്ന സ്ത്രീ അന്ന് ഒരു ബർഗർ കൊടുത്ത് രാത്രി 1:30 മണിക്ക് അത് കടിച്ചുകൊണ്ട് തൻ്റെ ലോകത്തേക്ക് നടന്നിറങ്ങിയൊരു പാവം കുട്ടിയുണ്ട്. കാലങ്ങൾക്ക് ശേഷം തൻ്റെ രാജ്യത്ത് വന്നിറങ്ങുന്ന സമയത്ത് തൻ്റെ രാജ്യത്തിൻ്റെ എയർപോർട്ടിന് പോലും ഈ കുട്ടിയുടെ പേരായിരുന്നു ദ ഗ്രേറ്റ് റൊണാൾഡോ എന്നാണ് ആ മഹാമനുഷ്യൻ്റെ പേര്. എന്ന് വെച്ചാൽ റൊണാൾഡോ എന്നുള്ള പേര് ഈ ലോകത്തേക്ക് എത്തുന്നത് അതിൻ്റെ പേരിലാണ്. ആ റൊണാൾഡോ എന്നും അമ്മയുടെ പേര് കേട്ടാൽ അങ്ങോട്ട് ഓടിയെത്താറുണ്ട്. നിങ്ങൾക്ക് വേൾഡ് കപ്പ് വേണോ അത് അമ്മയുടെ കൂടെ ജീവിക്കണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി വേൾഡ് കപ്പല്ല എനിക്ക് മെയിൻ, അതിനേക്കാൾ വലുത് എൻ്റെ അമ്മയാണ് എന്ന് മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേറ്റ് റൊണാൾഡോയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ എത്ര ഉയരങ്ങളിലേക്ക് പോയാലും, ലോകത്തിൻ്റെ മഹാതലങ്ങളിലേക്ക് ഉയർന്നു പോയാലും റൊണാൾഡോ നിങ്ങൾക്കൊരു കളിയുടെ മാതൃക മാത്രമല്ല, ജീവിതത്തിൻ്റെത് കൂടിയാണ് എന്ന് തിരിച്ചറിയണം. ഞാൻ ടാറ്റു ധരിക്കാറില്ല, ടാറ്റു ചെയ്യാറില്ല, കാരണം എനിക്ക് ആളുകൾക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് പറയുന്നതും റൊണാൾഡോയാണ്. ഇന്ന് അദ്ദേഹം കളിക്കുന്നത് സൗദി അറേബ്യയിലാണ്. കളിക്കാരോട്, തൻ്റെ കൂടെയുള്ള കളിക്കാരോട് പോയിട്ട് നിസ്കരിച്ചിട്ടു വാ എന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന കളിക്കാരൻ്റെ പേര് കൂടി റൊണാൾഡോയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹത്തെ വാഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യമുണ്ട്. ആ കുട്ടി പഠിക്കാത്ത ഒരു സന്ദർഭം ഇതേ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫീസ് അടക്കാത്തതിൻ്റെ പേരിൽ അരിശത്തോടു കൂടി ടീച്ചർ പറഞ്ഞത് പുറത്തു പോയെന്ന്. ഫീസ് അടക്കാൻ കയ്യിൽ പൈസയില്ല, പുറത്തു പോയെന്ന് പറഞ്ഞപ്പോൾ ആ പാവം പയ്യൻ പുറത്തേക്ക് ഇറങ്ങാൻ. എന്നിട്ട് ആ ടീച്ചർ കമൻ്റ് കൂടി പറഞ്ഞു, നീ ഒരു ഫിഷ് മർച്ചൻ്റ് ആകുക നല്ലത്, മത്സ്യക്കച്ചവടക്കാരനായിക്കോ എന്നൊരു കമൻറ്റും പറഞ്ഞു. പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു അച്ഛനെയും കൂടെ കൂട്ടിക്കോ എന്ന്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. അച്ഛനെയും കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് തൻ്റെ കസേര എടുത്തുയർത്തിയത്. പാവം ടീച്ചർ കടി കൊണ്ടില്ല എന്നുള്ളൂ, അരിശം കൊണ്ട് കസേര എറിഞ്ഞ് പുറത്തേക്ക് പോന്ന ആ കളിക്കാരൻ്റെ പേര് കൂടിയാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത് നമ്മുടെ സ്കില്ല് കൊണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ മെസ്സിയെയും റൊണാൾഡോയെയും ഞാൻ പറയുന്നത് സത്യത്തിൽ നിങ്ങൾ ആവേശം കൊള്ളിക്കാനല്ല, പക്ഷെ അവരിൽ നിന്ന് ചില പാഠങ്ങളുണ്ട്. അവർ പഠനത്തിലല്ല കോൺസെൻട്രേറ്റ് ചെയ്തത്, അവർ സ്കിൽസിലാണ്. ജീവിതത്തിൽ അവരുണ്ടാക്കിയത് സ്കിൽസാണ്, അവരുടെ മേഖലയിലെ സ്കിൽസാണ്. നിങ്ങൾ നിങ്ങളുടെ മേഖലയിലെ സ്കിൽസാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്തൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തഡോളജി അറിയുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്നതാണ്. പിന്നെ ഞാൻ ഇവരെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഓരോ ആളുകളും ഉണ്ടല്ലോ, അവർ ലൈഫിൽ കുറച്ചൊക്കെ വാല്യൂസ് കൊണ്ട് നടക്കുന്നു. മറ്റവരുടെ നെഗറ്റീവ് പോയിന്റിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഞാൻ പറഞ്ഞ വാല്യൂസ് ഇതാണ്. അഥവാ മാതാപിതാക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന അദമ്യമായൊരു സ്നേഹത്തിൻ്റെ വക്താക്കൾ കൂടിയാണ് ഇവർ എന്നതാണ്. അഥവാ തനിക്ക് ലോകകപ്പ് കിട്ടിയപ്പോൾ ഇങ്ങനെ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് തൻ്റെ അമ്മൂമ്മക്ക് കൊടുത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ അമ്മൂമ്മക്കും നമ്മൾ കൊടുക്കാനുള്ളതാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അഥവാ ഇനിയിപ്പോൾ എംബാപ്പെ, നിങ്ങൾ ആരൊക്കെ എംബാപ്പയുടെ ആൾക്കാരുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ലോകകപ്പിൻ്റെ സമയത്ത് ഞാൻ ഖത്തറിലുണ്ട്. ആ സമയത്ത് ഇനി അർജൻറ്റീനയ്ക്ക് കിട്ടിയില്ലെങ്കിൽ എംബാപ്പെ കപ്പെടുത്താലും കുഴപ്പമില്ല എന്ന് തോന്നിയത് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞ വാക്ക്, നിങ്ങൾക്ക് കിട്ടുന്ന 600 കോടി, അദ്ദേഹത്തിന് അന്ന് 2ാം പ്രാവശ്യവും കപ്പെടുത്താൽ പേഴ്സണലി കിട്ടാൻ പോകുന്നത് ഇന്ത്യൻ റുപ്പീസ് 600 കോടി രൂപയാണ്. 600 കോടി രൂപ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഈ ലോകകപ്പ് ഉദ്ഘാടനം ചെയ്തത് ഒരു പാവം വികലാംഗനായ പയ്യനാണ്, അതുകൊണ്ട് ലോകത്തിലെ വികലാംഗർക്ക് ഞാനിത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ കളിക്കാരൻ്റെ പേര് കൂടിയാണ് ദ ഗ്രേറ്റ് എംബാപ്പെ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇവരൊക്കെ കളിക്കാരായിരുന്നിട്ട് കൂടിയും വാല്യൂസ് ഉണ്ട്. അത് പറയാനാണ് ഞാനിതൊക്കെ പറഞ്ഞത്. കളിക്കാരായിരുന്നിട്ട് കൂടി അതിൻ്റെ വാല്യൂസ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ? ലോകകപ്പിൻ്റെ സമയത്ത് തന്നെയാണ് ഇൻ്റർവ്യൂവിൽ
ഒരാൾ വന്നിരിക്കുന്ന സമയത്ത് അവിടെ കൊക്കക്കോളയും കൊണ്ടുവന്ന് വെക്കുന്നു. ആ കൊക്കക്കോള അങ്ങോട്ട് മാറ്റി വെക്കുന്നു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ബാഗിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നു. നിങ്ങളിത് യൂസ് ചെയ്യാറില്ലേ എന്ന ചോദ്യത്തിന് ഞാനിത് കുടിക്കാറില്ല എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി. ആ ഒറ്റ മറുപടി കൊണ്ട് കൊക്കക്കോള കമ്പനിയുടെ ബ്രാൻഡ് ഇങ്ങോട്ട് താന്ന് തൻ്റെ മാർക്കറ്റിൽ അഥവാ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ചെറിയ ഷെയറിലേക്ക് കൊക്കക്കോള വന്നത് ഈ മനുഷ്യൻ്റെ ഒരു എടുത്തുവെക്കലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊക്കക്കോള പോലും അദ്ദേഹം എടുത്തു വെക്കുന്നുവെങ്കിൽ ഭാവിയിൽ നമ്മുടെ മുമ്പിൽ ഏതൊക്കെയോ കുപ്പികളും ഒരുപക്ഷെ ഏതൊക്കെയോ മരുന്നുകളും വരുന്ന സമയത്ത് അതിനെ മാറ്റിവെക്കാൻ കെൽപ്പുള്ള കുട്ടികളായി നമ്മൾ ഓരോ കുട്ടികളും മാറുക എന്നതാണ് ഇന്നത്തെ കാലഘട്ടം. അതാണ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ആളുകൾ സമ്മതിക്കില്ല. നമ്മുടെ കൂടെയുള്ളവർ ഒരു പക്ഷേ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ വിധാനത്തിലേക്ക് എത്തുന്ന സമയത്ത് പല മരുന്നുമായി നമ്മളെ സമീപിക്കും. ഞാനിപ്പോൾ മിനിയാന്ന് ഗൾഫിൽ നിന്ന് ഇതേപോലെ ഖത്തറിൽ നിന്നൊരു സഹോദരൻ വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്നിട്ട് കരയാൻ. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, എൻ്റെ മകൻ നന്നായിട്ട് ബിസിനസ് ചെയ്തിരുന്ന ആളായിരുന്നു, പക്ഷെ അവൻ്റെ ഗ്യാങ് കൂടിയപ്പോൾ, പൈസ ധാരാളം ഉണ്ടായപ്പോൾ അവനെ ചില ഗ്യാങ്ങുകാരെന്താക്കി പിന്നാലെ കൂടി അവനെ നശിപ്പിച്ചു എന്നതാണ്. ആ കുട്ടി ഇന്ന് MDMAക്ക് അടിമയായ കുട്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഭാഗത്ത് സ്കിൽസ് കൂട്ടി കമ്മിറ്റ്മെൻറ്റോട് കൂടി കുടുംബത്തെ നോക്കി സമൂഹത്തെ നോക്കി വളരേണ്ടുന്ന നമ്മളെ കുടുംബത്തിനും വേണ്ട, സമൂഹത്തിനും വേണ്ട, ജോലിക്കും വേണ്ടാത്ത ആളുകളാക്കി മാറ്റുന്ന ആളുകൾ പുറത്തുണ്ടായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അവരിൽ നിന്നെല്ലാം വഴുതി മാറിയിട്ട് കമ്മിറ്റ്മെൻറ്റോട് കൂടി ജീവിക്കുക എന്നതാണ്. ഈ ബ്രിഡ്കോയിലെ ഓരോ കുട്ടികളും ആ കമ്മിറ്റ്മെൻറ്റ് പുറത്തെടുത്ത് മുന്നോട്ട് പോയവരാണ് കഴിഞ്ഞവരെല്ലാം. ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ലോകത്തിൻ്റെ വിധാനങ്ങളിലേക്ക് ഉയരേണ്ടവരാണ്. അതിൻ്റെ പേരാണ് റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ റെസ്പോൺസിബിലിറ്റി? ഉത്തരവാദിത്തമാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ലോകത്തിൽ ലീഡേഴ്സിന് വലിയ വിജയമുണ്ടാകുമെന്നാണ്. മനുഷ്യന് 5-6 തട്ടുകളുണ്ട്. അതിൽ ഒരു തട്ട്, ഏറ്റവും താഴത്തെ തട്ട് മാഡ് എന്ന് പറയുന്നതാണ്. ലൂസർ എന്നൊക്കെ പറയും. വെറും ഭ്രാന്തനെ പോലെ ജീവിക്കുന്ന, ടൈമിംഗ് ഇല്ലാത്ത, ഷെഡ്യൂൾ ഇല്ലാത്ത, കറക്റ്റ് റുട്ടീൻ ഇല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ പേരാണ് ലൂസർ മൈൻഡുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവൻ ലൂസറാണ്. അവൻ ലോകത്തിൽ എവിടെയും എത്തില്ല. ഒരു ദിവസം എഴുന്നേൽക്കുന്ന രാവിലെ 6 മണിക്ക്, മറ്റൊരു ദിവസം എഴുന്നേൽക്കുന്ന രാവിലെ 9 മണിക്ക്, പിന്നൊരു ദിവസം എഴുന്നേൽക്കുന്ന രാവിലെ 10 മണിക്ക്. ഇങ്ങനെ റുട്ടീൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും എവിടെയും എത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ റുട്ടീൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂസറാകാതെ നോക്കുക, വർക്കറാവുക എന്നതാണ്. അതിൻ്റെ മുകളിൽ വർക്കറാണ്, അതിൻ്റെ മുകളിൽ മാനേജറാണ്, അതിൻ്റെ മുകളിൽ ലീഡറാണ്, അതിൻ്റെ മുകളിൽ ഡ്രീമറാണ്. ഇങ്ങനെ 6 തട്ടുകളുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഡ്രീമർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ആപ്പിൾ ഫോൺ ഉണ്ടെങ്കിൽ അതൊരു ഡ്രീമറുടെ തലയിൽ നിന്ന് ജനിച്ചതാണ്, ഒരു ലീഡറുടെ തലയിൽ നിന്ന് ജനിച്ചതല്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏതെങ്കിലും സാംസങ് ഫോൺ ഉണ്ടെങ്കിൽ ആ സാംസങ് ഒരു ഡ്രീമറുടെ തലയിൽ നിന്ന് ജനിച്ചതാണ്, ഒരു ലീഡറുടെ കയ്യിൽ നിന്ന് ജനിച്ചതല്ല. ഡ്രീംസ് എന്നതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള വേർഡ്. ആ സ്വപ്നതുല്യമായ ജീവിതത്തിലേക്ക് നമ്മൾ എത്തുക എന്നതാണ്. അപ്പം ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഉണ്ടായാൽ ഏറ്റവും സ്ട്രോങ് ആണ്. ലീഡർ എന്ന് പറഞ്ഞാൽ L ഫോർ ലവിങ്നെസ്, E ഫോർ എംപതറ്റിക്, A ഫോർ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ്, D ഫോർ ഡെഡിക്കേഷൻ, E ഫോർ എനർജറ്റിക്, then R for ready to take responsibility എന്നതാണ്. റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിവുള്ള കുട്ടികളായി മാറുക എന്നതാണ്. എന്താ ഉത്തരവാദിത്തം? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പേ ഇതാ ഇവിടെ മുത്തുസാർ ഇരിക്കുന്നുണ്ട്, ഹംസക്ക് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, മലേഷ്യയിലോ മറ്റാണെന്ന് തോന്നുന്നു. അവരൊക്കെ മൊബൈൽ എന്ന് പറയുന്ന സാധനം ഇവിടെ എത്തുന്നതിന് മുമ്പേ ആലോചിച്ചൊരു സംഭവമുണ്ട്. എന്താണ്? അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്നത്. വെറുതെ ഒരു വെറും വാക്ക് പറയുന്നതല്ല. ബ്രിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ന് പറയുന്നത് വൃഥാവിലൊരു വാക്കല്ല, അത് സത്യസന്ധമായ വാക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ആർക്കും തുടങ്ങാൻ പറ്റിയിട്ടില്ല. അന്ന് നമുക്കറിയാം, മൊബൈൽ അങ്ങോട്ട് വിളിച്ചാലും പൈസയാണ്, ഇങ്ങോട്ട് വരുമ്പോഴും പൈസയാണ്. എന്നിട്ട് ഇവിടെയുള്ള വലിയ വലിയ തറവാട്ട് മുറ്റത്ത് പോയിട്ട് അവിടുത്തെ ഉമ്മാമ്മമാരോട് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് മൊബൈലും കൊണ്ട് നടന്നൊരു ചരിത്രം ഇവർക്കുണ്ട്. അത് പോയി 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 ലോകോത്തരം ലെവലിലേക്ക് ഉയർന്നു വലുതാകുമ്പോൾ ചില ആളുകൾ കണ്ട സ്വപ്നങ്ങളാണ്, അവരുടെ പിൻതലമുറക്കാർ അതിനെ കാത്തു സൂക്ഷിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരതിനെ സ്വപ്നം കണ്ടു വളർത്തി. പക്ഷെ അവരുടെ പിൻതലമുറക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെ ജാഗരൂകരായി കാത്തു സൂക്ഷിക്കുന്നത്. ആ ഒരു എടുപ്പാണ് നമുക്കുണ്ടാക്കേണ്ടത്. ആ ഒരു ക്വാളിറ്റിയാണ് റെഡി ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. നിങ്ങളിപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് പ്രായത്തിൻ്റെ പേരിൽ ചിലപ്പോൾ കളിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവസാനം നിങ്ങൾക്കിപ്പോൾ ഉള്ളത് ബാക്കപ്പ് ആരാന്നറിയോ? നിങ്ങളുടെ പാരൻസാണ്. നിങ്ങളുടെ പാരൻസിൻ്റെ ബാക്കപ്പ് നിങ്ങൾക്കുണ്ട്. ആ ബാക്കപ്പ് നഷ്ടപ്പെട്ട് പാരൻസിന് നിങ്ങൾ ബാക്കപ്പ് ആകുന്ന ഒരു കാലം വരാനുണ്ട്. ആ വരുന്ന സമയത്ത് ആ പാരൻസിന് ഒന്നും കൊടുക്കാൻ കഴിയാതെ ഉത്തരവാദിത്തമില്ലാത്തവരായി മാറുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ആപ്പതിച്ചു പോകരുത്. അങ്ങനെ അതപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവസാനം നമ്മളോട് ഉമ്മ ചോദിക്കും, മോനെ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ഇന്നത് ചെയ്യാൻ?
ചിലപ്പോൾ വാപ്പ പറയും, അല്ലെ അച്ഛൻ പറയും, മോനെ ഇന്നതുപോലെ ചെയ്യാനുണ്ടോ എന്നൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും നമുക്ക് കൃത്യമായിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത, ഉത്തരവാദിത്തമില്ലാത്ത കുട്ടികളായി നമ്മൾ മാറും എന്നതാണ്. ആ മാറ്റം ഒരിക്കലും ഉണ്ടാകരുത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. ഇവിടെ ബ്രിഡ്കോയിൽ ഇരിക്കുന്ന കുട്ടികൾ ഇതിൻ്റെ വാർഷിക പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്ന സമയത്ത് ഇത്രയും ബൃഹത്തായ ഒരു പരിപാടി, ഒരു പക്ഷേ ഈ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു ഓഡിറ്റോറിയത്തിലാണ്, ഒരു റോയൽ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് വേണം നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കമുണ്ടാകാൻ, ഇവിടെ നിന്ന് വേണമുണ്ടാകാൻ. കാരണം ചിലപ്പോൾ സദസ്സിലിരിക്കുന്ന കേൾക്കുന്ന ഓരോ കുട്ടികളും ഏതെങ്കിലും ഒരു വാക്കായിരിക്കും ഏറ്റെടുക്കുക, അതുവഴിയായിരിക്കും അവർ ഉയർന്നു പോവുക. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു പാപം പയ്യൻ ബാക്കിലിരുന്നിട്ട് ഇങ്ങനെ സംസാരം കേൾക്കുകയാണ്. സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലും ഇതേപോലെ തകടിയുണ്ടാകാമെന്ന വാക്ക് +2കാരനായ അന്നത്തെ പ്രീ ഡിഗ്രിക്കാരനായ വാസു എന്ന് പറയുന്ന കുട്ടി ഏറ്റെടുക്കുകയാണ്. ഒരു പക്ഷേ തകഴിയേക്കാൾ അപ്പുറത്തേക്ക് പിന്നെ ജ്ഞാനപീഠ ജേതാവായി മാറാൻ MT വാസുദേവൻ നായർക്ക് സാധിക്കുന്നത് ആ ഒരൊറ്റ വാക്കിൻ്റെ തലോടലിലൂടെയാണ്. ഒരു പക്ഷേ ഇത്തരം സെമിനാറുകൾ നടത്തുന്നത് എന്തിനാ? വെറുതെ നിങ്ങളെ കൂട്ടിയിട്ട് കാര്യങ്ങൾ പറയാനല്ല, പകരം നിങ്ങൾ സ്വപ്നതുല്യമായ യാത്രകൾ ഉണ്ടാക്കുക. ഞാൻ പറയുന്നു, നിങ്ങൾ ടെക്നോ ഫസ്റ്റിൽ പങ്കെടുത്തോ, ജൈടെക്കിൽ പങ്കെടുത്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഇപ്പോൾ AI ഒരു മാസ്മരികതയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കണ്ടത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ നിന്ന് വിശ്വാസമുള്ളൊരു രാജ്യമായി പല സംഗതികളിലും, ചില കാര്യങ്ങൾ ഇന്ത്യ ബാക്കോട്ടാണെങ്കിൽ ചില കാര്യങ്ങൾ ഇന്ത്യ മുന്നോട്ടാണ്. എന്ന് വെച്ചാൽ ചൈനയിൽ ചില സൃഷ്ടിപ്പ് ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിന് വാല്യൂ ഉള്ള ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ചൈനയിൽ 2-3 മോഡലാണ് ഉണ്ടാക്കുന്നത്. എല്ലാ റോൾസ് റോയ്സും ഈ പറയുന്ന മൊബൈലൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതെങ്കിലും അവിടെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കൂടി ഈറ്റില്ലമായതുകൊണ്ട് ഒരു പക്ഷേ അതിനേക്കാൾ ചില രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ രാജ്യത്ത് നിന്നുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഉയർന്ന തലത്തിൽ ചെയ്യാൻ പറ്റുക എന്നൊരു ലോകം തീർക്കുക എന്നതാണ്. അഥവാ ചെന്നൈ പോലെയുള്ള, കർണാടക പോലെയുള്ള, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ഫാക്ടറികൾ തുടങ്ങാൻ വളരെ എളുപ്പമാണ്, നിയമങ്ങൾ വളരെ എളുപ്പമാണ്. കേരളത്തിലുമാണ്, എന്നാൽ ഇതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് തമിഴ്നാട്ടിലൊക്കെ. അവിടെയാകട്ടെ നിങ്ങൾക്ക് സബ്സിഡിയുമുണ്ട്, സർക്കാർ തരും നിങ്ങൾക്ക് ഫണ്ടുകൾ. നിങ്ങൾ പ്രൊജക്റ്റുകൾ അവതരിപ്പിച്ചു കൊടുത്താൽ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ സ്വപ്നങ്ങളെ കൊണ്ടുപോയി മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങുന്ന നല്ല നിർമ്മാണാത്മക വ്യക്തിത്വങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറുക എന്നതാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും, അങ്ങോട്ടൊക്കെ നടക്കുമോ, നമുക്കൊക്കെ ഇതിന് സാധിക്കുമോ എന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ മിനിയാന്ന് ഒരാളെ പരിചയപ്പെട്ടു. ഇന്നലെ അദ്ദേഹമാണ് എന്നെ എയർപോർട്ടിലേക്ക് വിട്ടു തന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് റോൾസ് റോയ്സാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. അദ്ദേഹം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? ഈ സിമ്മാണ്, ഒരു മലയാളിയാണ്. അഥവാ ഈ സിമ്മിൻ്റെ ഫാക്ടറിയാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നു? ഒരുപാട് ഡിജിറ്റൽ സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ സിം എങ്ങനെ വ്യാപിപ്പിക്കാമെന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അതോടൊപ്പം തന്നെ ഓൺലൈൻ ഗെയിമിംഗ് ആണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്, പോസിറ്റീവ് ഗെയിമിംഗ് മാത്രം. അതിലൂടെ കോടികളാണ് അത്ര അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാസർഗോട്ടുകാർ നമ്മളോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മലയാളിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ഓരോ മലയാളികളും ഇങ്ങനെയൊക്കെ ഉയർന്ന തലത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ അറിയണം. അതിന് ചിന്തിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സുന്ദരമായൊരു പ്രായമാണ് ഈ കാണുന്ന പ്രായങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങളങ്ങനെ ഉയരുമ്പോൾ തന്നെ റെസ്പോൺസിബിലിറ്റിയും അതോടൊപ്പം തന്നെ ടെക്നോളജിയിൽ അങ്ങേയറ്റത്തെ വിവരവും. വെറും വിവരം പോരാ, കാരണം അധിപനാകുമാറാൻ നമുക്ക് ചില വിവരങ്ങൾ മാത്രം പോരാ, എല്ലാവരെയും കൺട്രോൾ ചെയ്യാനുള്ള സ്കില്ല് നമുക്കുണ്ടാകണം, മാനേജ് ചെയ്യാനുള്ള സ്കില്ലുണ്ടാകണം. റെഡി ടു ടേക്ക് റിസ്ക് എന്ന് പറയുന്നത് പോലെ, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവരെയും മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടാക്കിയെടുക്കണം. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഭാഷ നിങ്ങൾക്കറിയില്ലേ? ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ഒരിക്കലും ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സിരി എന്ന് പറയുന്നതിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിമനോഹരമായി എത്രയോ വിദ്യാർത്ഥികൾ ഇപ്പോൾ സിരിയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിരിയോട് ചോദിച്ചു കഴിഞ്ഞാൽ സിരി ഇങ്ങനെ വിശദീകരിച്ച് ഒരു ടീച്ചർ പറയുന്നതിനേക്കാൾ കറക്റ്റായിട്ട് സിരി നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ സിരിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കാനുള്ള സ്റ്റെപ്സ്, അപ്പോൾ പറഞ്ഞു തരും. എന്നിട്ട് കോൺവെർസേഷൻ വേണമെങ്കിൽ കോൺവെർസേഷൻ നമുക്ക് നടത്തി തരും. 24 മണിക്കൂറിലെ ഏത് മിനിറ്റിൽ ചോദിച്ചാലും സിരി എന്ന് പറയുന്ന ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലാംഗ്വേജ് പഠിക്കൽ ഒരു സ്കില്ലാണ്. ആ സ്കില്ലിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. ടെക്നോളജി, നിങ്ങൾ പഠിക്കുന്നത് ടെക്നോളജി ആണെങ്കിലും അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനിൽ നടക്കുന്നത് എങ്ങനെയായിരിക്കാം? നിങ്ങൾ തന്നെ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ടെക്നോളജിയിൽ ഞാൻ കണ്ടു സ്പെക്സ് ആണ്. ഭാവിയിൽ ഒരു പക്ഷേ മൊബൈൽ പോലും വെറും സ്പെക്സ് ആയിട്ട് മാറുന്ന ഒരു കാലത്തിലൂടെയാണ് പോകുന്നത്. ഇനി ഡിജിറ്റൽ ലെവലിൽ നമ്മൾ നിൽക്കേണ്ടി വരില്ല എന്നവർ വിശദീകരിച്ചു തന്നു. ഡിജിറ്റൽ ലെവലിൽ നമ്മൾ ഒരിക്കലും നിൽക്കേണ്ടി വരില്ല. എന്നിട്ട് എന്താക്കുന്നു? ഈ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വോയിസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിലേക്കും കൺവേർട്ട് ചെയ്യുന്ന സ്പെക്സ് ഇറങ്ങിയിരിക്കുന്നു.
ഇനിയൊരു പക്ഷേ അതായിരിക്കാം ഭാവിയിൽ വരുന്ന മൊബൈൽ പോലും. അഥവാ സ്ക്രീനിൽ റാൻഡം മൂവ് ഉണ്ടാക്കിയിട്ട്, നിങ്ങളവിടെ കണ്ടിട്ടുണ്ടാകും, ടെക്നോളജി ഫെസ്റ്റിൽ പങ്കെടുത്ത ആളുകൾ കണ്ടിട്ടുണ്ടാകും വായുവിൽ സ്ക്രീൻ സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന്. വായുവിൽ ഒന്നുമില്ലാതെ സ്ക്രീൻ പ്രത്യക്ഷപ്പെടുകയാണ്, പ്രകാശം പോലും വേണ്ട. ഇനി ആ ഒരു അവസ്ഥയിലേക്ക് മൊബൈലിൻ്റെ ടെക്നോളജിയൊക്കെ ഉയർന്നു പോകാൻ പോകുന്ന ഒരു കാലത്ത് ടെക്നോളജിയുടെ മാസ്മരിക ലോകത്തിലേക്ക് കയറാൻ നമുക്ക് പറ്റണം. കാരണം AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ദ ലാസ്റ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കണ്ടെത്തലുകളിൽ ദ ലാസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നുള്ള അവസ്ഥയിലേക്ക്, അഥവാ മനുഷ്യരാശിയുടെ അവസാനത്തെ കണ്ടെത്തൽ എന്നാണ് AI കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇനി എല്ലാ കണ്ടെത്തലും ബേസ്ഡ് ഓൺ AI എന്നതാണ്. ഇതുവരെ പല ടൂളും പല മെത്തഡോളജിയും ഉപയോഗിച്ചിരുന്നത് മാറി ഇനി എല്ലാ മെത്തേഡും AI ആയിരിക്കും പോവുക എന്നതാണ്. ഏത് സബ്ജക്റ്റ് എടുത്താലും AI ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ദ ലാസ്റ്റ് ഇൻവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയാനുള്ള കാരണമെന്ന് അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ച് നമ്മൾ നല്ല രീതിയിൽ കപ്പാസിറ്റിയുള്ള കുട്ടികളായി, നല്ല രീതിയിൽ സ്കിൽസ് ഉള്ള കുട്ടികളായി മാറുക. അതോടൊപ്പം ദ ലാസ്റ്റ് വൺ നമ്മൾ വാല്യൂസ് ഉള്ള മക്കളാവുക എന്നതാണ്. ആ വാല്യൂസ് വിട്ടിട്ട് നമ്മൾ ഒരിടത്തേക്കും പോകേണ്ടതില്ല. ഈ ലോകത്തിൻ്റെ ഏത് പ്രതലങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാലും, ഇപ്പോൾ ദാ കുവൈത്തിലുള്ള നിങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അതിമനോഹരമായി ഈ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ അറ്റാച്ച്മെന്റ് ഉണ്ടാകണമെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? ഖുർആനിലൊരു വാക്കുണ്ട്, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസ്തതയും അതേപോലെ കപ്പാസിറ്റിയും ഉള്ളവർക്ക് മാത്രമേ ഈ ലോകത്തിൽ പ്രതിഫലത്തിന് അർഹതയുള്ളൂ എന്ന്. അത് ഖുർആന്റെ ഒരു വാക്കാണ്. ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. ദുബായിൽ ഒരു പ്രാവശ്യം ഒരു സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തിൽ ഈ ആയത്തോതിയപ്പോൾ മുന്നിലൊരു പാൻറ്റും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ശ്രദ്ധയുടെ കൂർമ്മത കാരണം ചിലപ്പോൾ സംസാരം പതറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം സംസാരമെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു IIM ഫെലോയാണ് എന്ന് പറഞ്ഞാൽ IIM ഫെലോ ആകണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഡയറക്റ്റായിട്ട് കുറേ കോഴ്സൊക്കെ കഴിഞ്ഞ് പോകണം, ഈവൻ PhD വരെ കഴിയണം. അദ്ദേഹം അവിടെ ഒരു വലിയ ബ്രിട്ടീഷ് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ IIM-ൽ നിന്ന് ഇറങ്ങുമ്പോൾ, അഥവാ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, ഞങ്ങളുടെ ഡയറക്ടർ ദബാഷസ് ചാറ്റർജി, അഥവാ ഞങ്ങളുടെ മനോഹരമായി ഞങ്ങൾക്ക് കുറച്ച് വാക്കുകളെ പറഞ്ഞുള്ളൂ കോൺവെക്കേഷൻ സെറിമണിയിൽ. ഇതേപോലെ ഇപ്പോൾ ഇവിടെ കോൺവെക്കേഷൻ നടക്കാൻ പോവാൻ, കറുത്ത ഗൗൺ അണിഞ്ഞ് കോൺവെക്കേഷൻ സെറിമണിയിൽ ഞങ്ങളോട് 10 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചുള്ളൂ. ആ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത്, IIM നിങ്ങൾ മറന്നേക്കൂ, നിങ്ങൾ പഠിച്ച് നിങ്ങൾ മറന്നേക്കൂ, വേണമെങ്കിൽ HR, മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും പ്രൊഡക്ഷനും IT-യും സ്ട്രാറ്റജിയും എല്ലാം നിങ്ങൾ മറന്നേക്കൂ. പകരം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ നിന്ന് എടുത്തേച്ച് പോകണം. അത് ഇവിടുത്തെ ലോകത്തിൻ്റെ ചക്രവാളങ്ങൾ കീഴടക്കുന്ന ഏത് ഒരു പക്ഷിയുടെയും 2 ചിറകുകളാണ്. ദീസ് ആർ ദ 2 wings ഓഫ് ദി ബേർഡ് എന്നാണ്. ടു ഹൊറൈസൺ, ചക്രവാളത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷിയുടെ 2 ചിറകുകളാണ് അത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ വാക്ക്, യു ഷുഡ് കീപ് കേപ്പബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, യു ഷുഡ് കീപ് കേപ്പബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. നിങ്ങൾ നല്ല കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം, നല്ല കഴിവുള്ളവർ, അതോടൊപ്പം നല്ല വിശ്വസ്തരുമായിരിക്കണമെന്ന്. എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറയാണ്, സർ, അന്ന് ഞങ്ങൾ ഡയറിയിൽ അവസാനത്തെ ഞങ്ങളുടെ IIM-ന്റെ സംസാരം എന്നുള്ള അർത്ഥത്തിൽ എഴുതിയെടുക്കുമ്പോൾ ഞാനൊരു മുസൽമാൻ അർത്ഥത്തിൽ, അദ്ദേഹത്തിൻ്റെ പേര് നൗഫൽ എന്നാണ്, ഒരു മുസൽമാൻ എന്ന അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയില്ലായിരുന്നു ദബാഷസ് ചാറ്റർജി അന്ന് പറഞ്ഞ വാക്ക് ഖുർആനിൽ നിന്ന് എടുത്തതാണ് എന്ന്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, എല്ലാവരും ഖുർആൻ വായിക്കുന്ന ആളുകളാകണമെന്നില്ല ഈ കൂട്ടത്തിൽ. പക്ഷേ ആപ്തവാക്യം പോലെ പറയുന്നു, യു ഷുഡ് കീപ് ദ കേപ്പബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. നല്ല കഴിവുള്ളവനായിരിക്കുക, അതോടൊപ്പം നല്ല വിശ്വസ്തനായിരിക്കുക. ലോകത്തിൻ്റെ ഏത് പ്രതലങ്ങളിലേക്ക് എത്തിയാലും ലോകത്തിൽ ഒരുപാട് വിശ്വസ്തരുണ്ടാകും, പക്ഷേ അവരെ കച്ചവടത്തിന് പറ്റിയ ആൾക്കാരാകണമെന്നില്ല, കപ്പാസിറ്റി ഉണ്ടാകില്ല. ചില ആളുകൾ നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും, പക്ഷെ അവരൊരിക്കലും വിശ്വസിക്കാനും കൊള്ളില്ല. വിശ്വസിക്കാൻ പറ്റാത്തവന് കഴിവുണ്ടായിട്ട് കാര്യമില്ല, കഴിവുള്ളവന് വിശ്വാസമില്ലാതിരുന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നിച്ചു ചേരുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന ലോകം ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ കാണുന്ന പല ആളുകളിലുമുള്ളത് അത് തന്നെയാണ് എന്ന് വെച്ചാൽ ആ കപ്പാസിറ്റിയും ആ കഴിവ്, അതോടൊപ്പം തന്നെ ആ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന വിശ്വാസവുമാണ്. നമ്മൾ എവിടെ പോയാലും നിങ്ങളറിയോ, നിങ്ങളൊരു വിശ്വസ്തനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഫണ്ട് തരാൻ ആളുകൾ തയ്യാറാണ്. നിങ്ങൾ പ്രൊജക്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണമെന്നില്ല. നിങ്ങളൊരു കാര്യം ഇവിടുത്തെ
ടൂൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, ഇവിടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നതൊക്കെ ഉണ്ടാക്കിയ ലോകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഇവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കുന്ന, ചൈനയിൽ പോയി കഴിഞ്ഞാൽ ഒരേ ടൂളാണ് ഒരു സ്ഥലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അസംബ്ലിങ് വേറെ സ്ഥലത്തേ നടക്കുള്ളൂ, അല്ലാതെ എല്ലാം കൂടി ഒരു സ്ഥലത്തല്ല, ഒരു സ്ഥലത്ത് ഒന്ന് മാത്രം ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മൊബൈലിൻ്റെ കേസ് മാത്രമാണ് ഉണ്ടാക്കാനുള്ള നിങ്ങളുടേതായ ഫാക്ടറി എങ്കിൽ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിങ്ങൾ വിശ്വസ്തരാകണം, അത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരുമാകണം എന്നതാണ്. അതുകൊണ്ട് ഈ കപ്പാസിറ്റി വളർത്തിയിട്ട് ബ്രിഡ്കോ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബ്രിഡ്കോക്ക് ഒരു ലക്ഷ്യം കൂടിയുണ്ട്. വാല്യൂസ് ഉള്ള മക്കളെ ജന്മമെടുപ്പിക്കുക എന്നത്, അഥവാ നല്ല കപ്പാസിറ്റിയോട് കൂടി തന്നെ നല്ല മൂല്യമുള്ള മക്കളാക്കി മാറ്റുക എന്നത്. തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഏത് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കഴിഞ്ഞാലും സ്വന്തം ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് കഥ കേൾക്കുന്ന ഒരു മോനായി തിരിച്ചു വരിക എന്നത്. ലോകത്തിൻ്റെ ഏത് വിധാനത്തിലേക്ക് നല്ല ബിസിനസ്സിലൂടെ ഉയർന്നു പോയാലും ഉമ്മാമ ഒരു വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മൂമ്മ ഒരു വിളിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മ എന്ന് പറയുന്ന ആളെ തേടി പോകുന്ന ഒരു കുട്ടിയായിട്ട് നമ്മൾ മാറുക എന്നത്. കാരണം എന്താണെന്നറിയോ, നമ്മളൊക്കെ ഉമ്മ നമ്മളെ പ്രസവിക്കാൻ വേണ്ടി ലേബർ റൂമിൽ കിടക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെയും ഉമ്മമാർ ചിലപ്പോൾ ലേബർ റൂമിലായിരിക്കും പ്രസവിച്ചിട്ടുണ്ട്, കാരണം അത് ജൻസിയാണ്. അതുകൊണ്ട് ലേബർ റൂമിൽ കിടക്കുമ്പോൾ ആഹ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് നമ്മുടെ അമ്മ കരയുമ്പോൾ, നമ്മുടെ ഉമ്മ കരയുമ്പോൾ, പാവം തസ്ബീഹ് മാല മറിച്ചോ മറിക്കാതെയോ ഇപ്പുറത്ത് നിന്നിട്ടൊരു പാവം സ്ത്രീ പ്രാർത്ഥിച്ചിരുന്നു. ആ പാവം സ്ത്രീ കണ്ണീരോട് കൂടിയിട്ട് എൻ്റെ മകൾക്കൊന്നും പറ്റരുതേ, എൻ്റെ മകളുടെ മകനൊന്നും പറ്റരുത്, അല്ലെങ്കിൽ കുട്ടിക്കൊന്നും പറ്റരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജന്മമെടുക്കുന്ന സമയത്തും ഈ ലോകത്തിൽ ഒരേ ഒരാളെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകൂ. ആ വ്യക്തിയുടെ പേരാണ് ഈ പറയുന്ന ഉമ്മാമ എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ ഉപ്പാപ്പ എന്നൊക്കെ പറയുന്ന പേര്. അതുകൊണ്ട് അവരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ലോകത്തിൻ്റെ ഒരു വിധാനത്തിലേക്ക് നമ്മൾ ഉയരണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ, ലോകത്തിൻ്റെ നെറുകയിൽ പോയി ഫുട്ബോൾ കളിക്കുമ്പോഴും ഏറ്റവും സ്ട്രോങ് ആയി ഗോൾ നേടുമ്പോഴും അമ്മ വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഫുട്ബോൾ താരങ്ങളെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. അത് അമ്മയോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്, അമ്മയോടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ്. ഇതേപോലെ നമ്മളോട് നമ്മളെ മതം പറയുന്ന ഒരു ആചാരമുണ്ട്, മാതാപിതാക്കളെ വിഷമിപ്പിക്കരുത് എന്ന്, അവരെ ദുഃഖിപ്പിക്കരുത് എന്ന്. ആ ഒരു വ്യവസ്ഥതയിലൂടെ പോകുമ്പോൾ ജഗന്നിയന്താവായ തമ്പുരാനിലേക്ക് പ്രാർത്ഥനാപൂർവ്വം എത്താൻ നമുക്ക് പറ്റണം. എൻ്റെ സമയം അവസാനിച്ചത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓരോ കുട്ടികളും പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകണമെന്നതാണ്. നിങ്ങളിപ്പോൾ ChatGPT പോവുക, സക്സസ് ആയ ബിസിനസ്സുകാർക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്ന ചോദ്യത്തിന് ChatGPT നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. ഒന്ന്, അവർക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരുന്നു, നല്ല വിശ്വസ്തത ഉണ്ടായിരുന്നു എന്ന്, കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എന്ന്, ആളുകളോട് നല്ല നന്ദി ഉണ്ടായിരുന്നു എന്ന്. ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. വെറും പൈസ ഉണ്ടാക്കലല്ല ഇവരുടെ പരിപാടി. എന്തുകൊണ്ടാണ് രത്തൻ ടാറ്റ താൻ ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് പകുതിയിലേറെ പാവങ്ങൾക്ക് വിതരണം ചെയ്തത്? അത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റാണ്. എന്തുകൊണ്ട് അസീം പ്രേംജി 2.25 ലക്ഷം കോടി രൂപ കയ്യിലുണ്ടായിട്ട് 1.25 ലക്ഷം കോടിയും പാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്തത്? അത് ലോകത്തോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. നിങ്ങളൊക്കെ പറയുന്ന ബിൽ ഗേറ്റ്സ് ഞാൻ 10 ലക്ഷം കോടി ഈ പാവപ്പെട്ട ജനതയ്ക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്തിൻ്റെ പേരിലാണ്? അത് ഇതിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ലോകത്തിലെല്ലാ ബിസിനസ്സുകാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ലോകത്തിൻ്റെ നെറുകയിലേക്ക് കയറുന്നവരൊക്കെ ഏറ്റവും മനോഹരമായി ജനങ്ങളുടെ നൊമ്പരങ്ങൾ കാണുന്നു, വിഷമങ്ങൾ കാണുന്നു, വീട്ടുകാരുടെ നോവുകൾ കാണുന്നു. അതല്ലാതെ ഏതെങ്കിലും ബിസിനസ്സുകാരുണ്ടെങ്കിൽ, ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവരധികം താമസിയാതെ തന്നെ തകർന്നടിയാനുള്ള ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക എന്നതാണ്. ഒരിക്കലും വർഗീയപരമായ ചിന്താഗതിയിലേക്ക് ലോകം ആരെ വിളിച്ചാലും നമ്മളതിലേക്കൊന്നുമില്ല എന്നുള്ള പ്രഖ്യാപനം നമുക്കുണ്ടാകണം. കാരണം ഹലക്കൽ മുത്തനത്തിഊൻ കാലാ സലാസ, ഒരിക്കലും നിങ്ങൾ വർഗീയവാദികളാകരുതേ എന്ന് പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു കാലാ സലാസ, 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു ഹലക്കൽ മുത്തനത്തിഊൻ, വർഗീയവാദികൾ നശിച്ചു പോകട്ടെ എന്ന്. അതുകൊണ്ട് വർഗീയവാദം നമുക്കില്ലാതെ ഏറ്റവും കമ്മിറ്റ്മെൻറ്റോടെ നമ്മുടെ കുടുംബത്തെ വാർത്തെടുത്ത് ജഗന്നിയന്താവായ തമ്പുരാനിലേക്ക് ചേർന്ന് പോകേണ്ടത്. ആഫ്രിക്കയിൽ പോയാൽ ഒരു പുഴുവിനെ നമ്മൾ കാണും. ആ പുഴു എപ്പോഴും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ആ പുഴുവിൻ്റെ പ്രത്യേകത അതിങ്ങനെ അതിൻ്റെ ആഹാരത്തെ ഉരുട്ടി 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 ഇങ്ങനെ കൊണ്ട് നമുക്ക് എപ്പോഴും കാണാതെ മണ്ണിൽ ഉരുട്ടി 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 അതിൻ്റെ അറവരെ കൊണ്ടുപോകുക, അതിൻ്റെ മാളം വരെ. ആ മാളത്തിലേക്ക് അത് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമത്തോടെ ആ മാളത്തിലേക്ക് തന്നെ അത് കടന്നു പോവുകയും ചെയ്യും. പിറ്റേന്നും ഇത് ഉരുട്ടാൻ തുടങ്ങും, എന്നിട്ട് മാളം വരെ കൊണ്ടുവരും, എന്നിട്ട് അകത്തേക്ക് തന്നെ അത് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, ഇതേപോലെ നമ്മൾ ഉരുട്ടി ഉരുട്ടി ഉണ്ടാക്കിയതെല്ലാം അവസാനം ഗ്രേവിലേക്ക് പോകുമ്പോൾ, ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ, നമ്മൾ അടക്കം ചെയ്യുന്നതിലേക്ക് പോകുമ്പോൾ
ഒന്നും കൊണ്ടാവാകാതെയാണ് നമ്മുടെ തിരിച്ചുപോക്ക്. അതുകൊണ്ട് ആ തിരിച്ചുപോക്കിന് വേണ്ടി തയ്യാറാകുന്ന വാല്യൂസ് ഉള്ള കുട്ടികളായി നമ്മൾ ഓരോ കുട്ടികളും മാറണം. നിസ്കാര ശേഷം അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക അർജിഉസ്സലാം, ദൈവമേ നീയാണ് സമാധാനം, നിന്നിൽ നിന്ന് സമാധാനം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ഹൈന്ദവ കുട്ടികൾക്കും പ്രാർത്ഥിക്കാനുണ്ട്. ഓം സഹനാഭവതു സഹനുഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ ഓം ശാന്തി എന്ന്, അഥവാ ശാന്തി മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ, ഞങ്ങൾ പഠിച്ച് തെളിഞ്ഞു വരട്ടെ, ലോകത്തിൻ്റെ നെറുകയിൽ ഞങ്ങൾ എപ്പോഴും സമാധാനമുള്ളവരാകട്ടെ എന്ന് പ്രാർത്ഥിക്കലാണ്. ആ സമാധാനപൂർവ്വം ജീവിച്ചിട്ട് ഏറ്റവും ഉന്നതമായി മാതാപിതാക്കളെ നെഞ്ചിൽ ചേർത്തിട്ട് ഏകഛത്രാധിപതിയായ ദൈവത്തിലേക്കുള്ള യാത്രയാക്കിയിട്ട് നമ്മുടെ ബിസിനസ്സിനെ മാറ്റി കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ബ്രിഡ്കോയുടെ സുന്ദരമായ വാല്യൂസിൻ്റെയും സ്കിൽസിൻ്റെയും അതോടൊപ്പം നോളജിൻ്റെയും ഈ സുന്ദരമായ യാത്രയിലൂടെ നമുക്ക് ഇനിയും കാലങ്ങളായി സഞ്ചരിക്കാം. അതിന് നേതൃത്വം കൊടുക്കാൻ ബ്രിഡ്കോക്കും അതിൻ്റെ ഫോളോവേഴ്സായി മുന്നോട്ട് പോകാൻ നമുക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇതിനെല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ബ്രിഡ്കോയുടെ മുത്തു അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഹംസക്ക അടക്കമുള്ള മുത്തു സാഹിബ് അടക്കമുള്ള അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഓരോ ആളുകളുമുണ്ട്, ഷാൻ അതേപോലെ തന്നെ കുഞ്ഞു, അതേപോലെ തന്നെ ഞാൻ അവരൊക്കെ കുഞ്ഞോന് എന്നൊക്കെ വിളിക്കാറുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ആളുകളുമുണ്ട്. ഇതേപോലെ തന്നെ കുഞ്ഞാപ്പാക്കുണ്ട്, കുട്ടിക്കയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഓരോ ആളുകളുമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഞാൻ ബ്രിഡ്കോയെ കാണുന്ന അന്ന് മുതലുള്ള AM സാറുണ്ട് ഇവിടെ, അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ബാവക്ക് അവിടെ ഇരിക്കുന്നു, ഇങ്ങനെ ഡൽഹി നോക്കുന്ന കുട്ടിക്ക് എവിടെ ഇരിക്കുന്നു, എല്ലാവരും കൂടി വളരെ സൗഹാർദ്ദപരമായുള്ള ഈ ജൈത്രയാത്രയിൽ, വാല്യൂസോടുകൂടിയുള്ള ജൈത്രയാത്രയിൽ നമുക്കും ഒന്നിച്ചു ചേരാൻ പറ്റും. ആരും ഒറ്റപ്പെടരുത്, ഒറ്റപ്പെട്ട് പോകരുത്. ഇതൊരു ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയാണ്. ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ, നിങ്ങൾ അയ്യഞ്ചാളുകളെങ്കിലും കൂടിയിട്ട് അതിമനോഹരമായി ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനും. എപ്പോഴും പറയാറുള്ളത് പോലെ ഏതോ പണ്ടൊരു കാലത്ത് ഒരു കുട്ടി ഒരു കടൽ കാണാൻ പോയി. കടൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ട് കണ്ടിട്ടില്ലാത്ത കുട്ടിയായതുകൊണ്ട് കടൽ കണ്ടപ്പോൾ അതിമനോഹരമായി അതിൻ്റെ തിരമാല ഇങ്ങനെ കണ്ടപ്പോൾ ഈ കുട്ടി അറിയാതെ പറഞ്ഞു പോയി, മൂജ് മജൽ ഗീത്ത് കരോ, മൂജ് മജൽ ഗീത്ത് കരോ, ആട് തിരമാലെ പാട് തിരമാലെ. തിരമാല ഇങ്ങനെ ആടി, തിരമാല ഇങ്ങനെ പാടി. പക്ഷേ ഈ കുട്ടി വിചാരിച്ചത് എന്താണെന്നറിയോ? തിരമാല ആടുന്നതും പാടുന്നതും ഞാൻ പറഞ്ഞിട്ടാണെന്നാണ്. മൂജ് മജൽ ഗീത്ത് കരോ. അപ്പം തിരമാല ആടുകയും പാടുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ നിരാശയായി വീട്ടിലേക്ക് പോവാൻ. ഇനി എന്നാ കടൽ കാണാമെന്ന് അറിഞ്ഞുകൂടാ. കടലിനെ കുറച്ച് ബക്കറ്റിൽ കോരി സാഹസപ്പെട്ട് വണ്ടിയിലാക്കി വീട്ടിൽ കൊണ്ടുപോയി നട്ടപ്പാതിരക്ക് വീട്ടിൻ്റെ റൂമിൻ്റെ അകത്തിരുന്നിട്ട് ആ ബക്കറ്റിലെ വെള്ളത്തിനോട് പറഞ്ഞു, മൂജ് മജൽ ഗീത്ത് കരോ, ആട് തിരമാലെ പാട് തിരമാലെ. തിരമാല ആടിയില്ല, തിരമാല പാടിയില്ല. ഈ കവിതയിൽ നമുക്കൊരു പാഠമുണ്ട്, ഒറ്റപ്പെടാതിരിക്കുക എന്ന്. കടൽ എന്ന് പറയുന്ന മനുഷ്യ സാഗരത്തിൻ്റെ ഒരംശമായി നമ്മൾ നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ട് പോകാതിരിക്കുക. ഒറ്റപ്പെട്ട് ബക്കറ്റിലാകുമ്പോൾ ഒരിക്കലും തിരമാല ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് സുന്ദരമായി ആടാനും പാടാനും കഴിയില്ല, അഥവാ തിരമാലയെപ്പോലെ പാടാൻ കഴിയില്ല. അതുകൊണ്ട് സാഗരത്തിൻ്റെ ഭാഗമായി മാറുക. ആ സാഗരത്തിൻ്റെ പേരാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എന്നും ബക്കറ്റായി മാറി നിൽക്കാതെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും ആന്തോളനം സൃഷ്ടിക്കാൻ ബ്രിഡ്കോക്ക് സാധിക്കട്ടെ എന്ന് ഏറ്റവും നല്ല പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഉയർന്നുയർന്ന് പോകട്ടെ എന്ന പ്രാർത്ഥനാപൂർവം ജഗന്നിയന്താവിലേക്ക് തിരിയുക, മര്യാദപൂർവ്വം ജീവിക്കുക, കുടുംബത്തിൻ്റെ കണ്ണിലുണ്ണിയാവുക, പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടേയിരിക്കുക, അതോടൊപ്പം ബിസിനസ്സിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. എല്ലാവർക്കും നല്ല ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് അവസാനിച്ചു കൊള്ളട്ടെ. വീണ്ടും നമ്മുടെ ഈ സാഗരത്തിന് വീണ്ടും ഒഴുക്കുണ്ടാകട്ടെ, നല്ല നല്ല ചിന്തകളുണ്ടാകട്ടെ. ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കൈപ്പിടിച്ചുയർത്താനുള്ള കെൽപ്പുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബ്രിഡ്കോ എന്ന മഹാസാഗരത്തിന് 1000 അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് ബ്രിഡ്കോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.